കമ്മീഷണർമാര് അത് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെല്ലാം ഇതിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ലേ. സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളല്ലേ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. അതില് ചിലര് എനിക്കറിയില്ല എന്താണ് അത് കോടതി പരിശോധിക്കട്ടെ എന്താണെന്ന്. എന്തായാലും അവർ നോക്കട്ടെ. അതൊക്കെ ഇതിന്റെ ഭാഗത്ത് നിന്നല്ലേ ഉറപ്പല്ലേ. കോടതി പരിശോധിക്കണം ഉറപ്പായിട്ട് പരിശോധിക്കണം. പിന്നെ നിയമപരമായി അതായത് ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഹൈക്കോടതി അറിയാതെ ഇത് ചെയ്യുന്നത്. 2 ദേവസ്വം മാനുവലിൽ പറയുന്നുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരും. 24 കൊണ്ടുപോകാൻ പോയപ്പോ തിരുവാഭരണം കമ്മീഷണർ ഒരു കത്തെഴുതി ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് കോടതി പറഞ്ഞ 10 ദിവസം കൊണ്ട് അദ്ദേഹം മലക്കം പറഞ്ഞു വന്നു. കാരണം അതിന്റെ ഇടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് എന്നിട്ട് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകണം പുറത്തേക്ക്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാരനെ കൊടുക്കണമെന്ന് പറഞ്ഞു പ്രശാന്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രശാന്തിനെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. വീണ്ടും കക്കാൻ നോക്കിയതാ. ഒരു പ്രാവശ്യമുള്ള കളവ് ആരും അറിയാതിരുന്നപ്പോ വീണ്ടും പൂശ 2024 എന്നിട്ട് അതേ പോറ്റിയെ വിളിച്ച് കയ്യിലേക്ക് കൊടുക്കുക. ഇവർക്കൊക്കെ അറിയായിരുന്നു പോറ്റി അന്ന് അടിച്ചു മാറ്റിയത്. ഇവരെല്ലാം കൂടി ചേർന്ന് അടിച്ചു മാറ്റിയത്. അതാ കോടതി പറഞ്ഞത്. ഇവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും വീണ്ടും 2024 വീണ്ടും ഇത് കൊടുത്തു എന്നാണ് കോടതിയുടെ ഉത്കണ്ഠ. ഈ യദുവിന്റെ കേസ് പറഞ്ഞല്ലോ, അയാള് കോടതിയിൽ പോയിട്ട് വല്ലവരും അകത്ത് പോയല്ല. ഇത് കേസ് കൊടുക്കാൻ പോയവരെ വല്ലവരും പോയല്ല. അതാണ് സ്ഥിതി. ശബരിമല വിഷയം ഗൗരവമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിലുണ്ട്. ഇപ്പോഴത്തെ ശബരിമല ദേവസ്വം ബോർഡ് ഭരണത്തിൽ തൃപ്തികരമാണ്. അല്ല, അവരിപ്പോ വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയാലും. അദ്ദേഹം തന്നെ പറഞ്ഞു ശബരിമലയിൽ നിന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിട്ട് ആദ്യം പറഞ്ഞ എന്താ ഭയാനകമായ സ്ഥിതി. അതായത് ഒരു തയ്യാറെടുപ്പും ശബരിമലയിൽ നടത്തിയില്ല. 6 മാസം മുമ്പ് തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് ശബരിമലയിൽ. നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ ടോയ്ലറ്റിൽ വെള്ളം പോലും ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ആളുകൾ വന്ന് കയറുന്ന ഒരു സ്ഥലത്ത് ടോയ്ലറ്റിൽ വെള്ളം പോലും വെക്കാത്ത സർക്കാരല്ലേ. ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, തയ്യാറെടുപ്പിന് സർക്കാർ ഇവിടെയുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ ഓർമ്മയുണ്ട, പമ്പയിൽ വന്നിട്ടാണ് യോഗം ചേർന്നിരുന്നത്. ഇതിനു മുമ്പ് സന്നിധാനത്തിൽ കയറിയിട്ടുണ്ട്, യോഗം ചേർന്നിട്ടുണ്ട്. അവിടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്യും. പമ്പ മലിനമായിരുന്നു, ഇറങ്ങാൻ പറ്റില്ലായിരുന്നു പമ്പയിൽ തുടങ്ങിയ സമയത്ത്. കുടിവെള്ളം ഇല്ല, ടോയ്ലറ്റിൽ വെള്ളമില്ലാന്ന് എത്രയോ ദൂരെ നിന്ന് വരുന്ന ആളുകളാണ് ടോയ്ലറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് വിഷ്വലൈസ് ചെയ്ത്. എന്നിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. ടെറിബിൾ, ഭയാനകമായിരുന്നു ശബരിമലയിലെ സ്ഥിതി. ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകായിരുന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ കരുതുന്നത്. അതായിരുന്നു സിറ്റുവേഷൻ. ഒരു നിയന്ത്രണവും ഇല്ല. അതായത് ഒരു തയ്യാറെടുപ്പ് നടത്താതെ നിങ്ങൾ സ്ഥിരം ശബരിമല റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരല്ലേ. ഒരു കാലത്തും കാലിക്കത്ത് അനാസ്ഥയാണ് ഈ പ്രാവശ്യം മുന്നൊരുക്കം സംബന്ധിച്ച് സർക്കാർ നടപടിക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷമാണല്ലോ മന്ത്രിക്ക് അവിടെ പോകാനായിട്ട് ഒരാഴ്ച നിക്ക് വൃശ്ചികം 1-ാം തീയതിക്ക് മുമ്പ് വൃശ്ചികം 1-ന് 8 ദിവസം മുമ്പാണ് കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നത്. 8 ദിവസം മുമ്പ് ശബരിമലയിലെ തയ്യാറെടുപ്പ് തുടങ്ങുന്നത് ഈ വൃശ്ചികം 1-ന് 8 ദിവസം മുമ്പാണ്. ഏറ്റവും വലിയ മടയത്തരമാണ് ആ മന്ത്രി പറഞ്ഞത്. മടയത്തരം, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി 8 ദിവസം മുമ്പാണ് കോഡ് ഓഫ് കോണ്ടക്ട് വന്നത്. വൃശ്ചികം 1-ാം തീയതിക്ക് ആണോ? 8 ദിവസം മുമ്പാണ് ശബരിമലയിൽ തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. 6 മാസം മുമ്പ് തുടങ്ങേണ്ട തയ്യാറെടുപ്പാണ്. 6 മാസം. എന്നിട്ട് തലയാഴ്ച അവിടെ പോകാൻ പറ്റിയില്ലെന്ന് മന്ത്രിക്ക്. നാളെയല്ലോ പറയാൻ വേണ്ടിട്ട്. 8 ദിവസം മുമ്പ് കോഡ് ഓഫ് കോണ്ടക്ട് വന്നത് വൃശ്ചികം 1-ാം തീയതി അല്ലേ. ഞാൻ ഖജനാവിന്റെ സ്ഥിതി അറിയണ്ടേ. മുഖ്യമന്ത്രി കാറ് മേടിച്ചുകൊണ്ടൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ചില മെസ്സേജ് പോകും. അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ, അവിടെ 10 ലക്ഷത്തിൽ കൂടുതൽ ചെക്ക് മാറാൻ പറ്റാത്ത ഈ കേരളം കണ്ട ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സംസ്ഥാനം. ആശുപത്രിയിലും മരുന്നില്ല. പട്ടികജാതി കുട്ടികൾക്കെല്ലാം ഗ്രാന്റ് കൊടുക്കുന്നില്ല. പഠിത്തം നിർത്തിപ്പോയില്ല. സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. പഞ്ഞിയില്ല പല ആശുപത്രിയിൽ. ഏത് മെഡിക്കൽ കോളേജിൽ പഞ്ഞി. സർജറിക്ക് പോകുന്നവരോട് പഞ്ഞിയും കൂടി മേടിക്കാൻ പറയാ പല പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിന്റെ. 10 മാസമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം. 2200 കോടി സപ്ലൈകോയ്ക്ക് കൊടുക്കണം. ഭയങ്കര സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് ഉടലുകയാണ് സർക്കാർ.
ആ സമയത്ത് ഇത്തരം ഒരു മെസ്സേജ് കൊടുക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അതായത് മുഖ്യമന്ത്രിക്ക് 6 മണിക്ക് ഞാൻ എതിർക്കേണ്ട കാര്യം, ഞാനൊന്നും എതിരെന്നുള്ളതാണ്. അങ്ങയുടെ 9ാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അല്ല, അതിന്റെ ഞാൻ എത്ര സ്നേഹമുണ്ട്, ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ 9ാമത്തെ ചോദ്യത്തിന് വിനീത വിധേയനായി ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോ ഇങ്ങനെ ആരെങ്കിലും ഇരുന്ന് തരും. അപ്പോ ഈ ഇതോട് റിബൽ സാധാരണയുള്ള എന്റെ 10-1 റിബൽ ഇല്ല. എടാ 1. 2, ഈ പ്രാവശ്യത്തെ പ്രത്യേകത സംസ്ഥാനം മുഴുവൻ CPM റിബലാണ്. ഇതൊരു വലിയ കേഡർ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അച്ചടക്ക പാർട്ടി, ഞങ്ങൾക്ക് പോലും ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു റിബൽ പോലും ഇപ്പൊ എന്തുകൊണ്ട് റിബലാണ് തിരുവനന്തപുരത്ത്? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകൻ ദേശാമല്ല സുഹൃത്ത്, ആ ശ്രീകണ്ഠം വരെ റിബലാണ്. ശ്രീകണ്ഠം വരെ റിബലാണെന്ന്. എന്തുകൂടെ റിബൽസാണ് CPM? ബ്രാഞ്ച് സെക്രട്ടറി നോമിനേഷൻ കൊടുക്കുമ്പോ ഏരിയ സെക്രട്ടറി വരട്ടോ നിന്നെ തട്ടിക്കളയുന്നു, കൊന്നുകളയുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി റിബലായിട്ട് നോമിനേഷൻ കൊടുത്തപ്പോ നീ കൊടുത്ത നിന്നെ കൊന്നുകളയും എന്ന് ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുക. അതും ഇല്ല ഇതിന്റെ അർത്ഥം. ഞാൻ സംസാരിച്ച് കേട്ടില്ലേ, ഒരു ചാനലിൽ എനിക്കെതിരായിട്ട് കൊടുത്താണ്, ഞാൻ സ്വാധീനിച്ചെന്നും പറഞ്ഞു. ഞാനൊക്കെ സംസാരിക്കില്ല, പാവം മനസ്സിലായില്ല നമ്മളൊക്കെ. ശരിയോ? ഈ ജില്ലയിലെ ഒരു സുപ്രധാനമായ നേതാവ് ആണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. മറ്റൊരു CPM നേതാവാണ് ജയിലിലുള്ളത്. അപ്പൊ 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഹൈക്കോടതി നിയോഗിച്ച SIT അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ട് കോടതിയുടെ മുൻപേ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്ത അവര് ജയിലിലാണ്. പക്ഷെ CPM അവർക്കെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. CPM സെക്രട്ടറി പറയുന്ന ഒരു നടപടിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്ന നേതാക്കൾക്കെതിരായി നടപടിയെടുക്കില്ല എന്നുള്ള CPMന്റെ നിലപാട് കണ്ട് കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? നടപടിയെടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, നടപടിയെടുത്താൽ അവർ കൂടുതൽ നേതാക്കന്മാരെ കുറിച്ച് മൊഴി കൊടുക്കുമോ എന്നുള്ള ഭയമാണ്. ഭയന്നാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നിൽക്കുന്നത് ഭയമാണ്. അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ആളുകളെ ഭയമാണ്. അവർ കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ പറയുമോ എന്നുള്ള ഭയമാണ്. എന്തായാലും കോടതി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നത്. ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ശബരിമലയിലെ സ്വർണം കവർന്നത് എന്നായിരുന്നു. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. കൊടപിടിച്ചു കൊടുക്കുകയാണ് CPM യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇപ്പൊ ഒരു DYSPയെ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ജില്ലയിൽ. എന്തായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള ഗൗരവതരമായ ആരോപണം? അയാൾ കൈക്കൂലി വാങ്ങിച്ചുവെന്നും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവരെ പിന്നീട് വീട്ടിൽ പോയി അവരെ ഹരാസ് ചെയ്തു എന്നുള്ളതാണ്, പീഡിപ്പിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട്. അയാളെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിൽ അത് കൃത്യമായി പറയുന്നുണ്ട് DYSP. പക്ഷേ അയാൾക്കെതിരായിട്ട് ഒരു FIR ഇട്ടിട്ടില്ല. കാരണം അയാൾ CPMന്റെ ഓഫീസേഴ്സ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതുകൊണ്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയുടെ മൊഴിയുണ്ട് ഇയാൾക്കെതിരെ, അവരെ ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ മൊഴിയുണ്ട്. അത് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടും വേറെ തെളിവുകളൊന്നുമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായിട്ട് FIR എടുക്കാതിരിക്കുകയാണ്. വേറൊരു CI ആത്മഹത്യ ചെയ്ത കേസാണ്. അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ ഇരയായ സ്ത്രീയുടെ മൊഴിയെടുത്തു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടും അയാൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല, FIR എടുക്കുന്നില്ല. സംരക്ഷിക്കുകയാണ് സ്വന്തം ആളുകളെ. ഇപ്പോ മുൻ മേയർ ആര്യ എന്നിട്ടും അവരുടെ ഭർത്താവ് സജിൻ ദേവ് MLA KSRTCയിൽ ഡ്രൈവറുമായി സംഘർഷം ഉണ്ടാക്കിയ കാര്യം എല്ലാവരും കണ്ട, എല്ലാവരും അറിഞ്ഞ.
ഇപ്പോ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോ അവര് രണ്ടുപേരും പ്രതികളല്ല, അവർ രണ്ടുപേരും കുറ്റക്കാരല്ല. എന്നിട്ട് KSRTC ഡ്രൈവറെ പ്രതിയാക്കിയിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. വാദി പ്രതിയായ സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്തുടനീളം ഇതുപോലെ സ്വന്തക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഈ സംസ്ഥാനത്ത് ഉണ്ടാവും. പത്തനംതിട്ട ജില്ലയിലടക്കം സംസ്ഥാനത്ത് ഉജ്ജ്വലമായ തിരിച്ചുവരവുണ്ടാവും. ഞങ്ങൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ടീം UDF ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നല്ല തോതിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ UDF വരാൻ തീർച്ചയായിട്ടും നിഷ്പക്ഷരായ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നു. അത് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് പ്രതിഫലിക്കും എന്നാണ് UDFന്റെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരം ഇല്ല, ഉണ്ടെന്ന് പറയാൻ പറ്റും? അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പല്ലേ? അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്, അത് വളരെ വ്യക്തമാണ്. CPM ഇവരെല്ലാം സംരക്ഷിക്കുവാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് UDF അത്തരൊരു നിലപാടിലേക്ക് കടക്കത്തില്ല. രാഹുലിന്റെ വിഷയത്തിലും ആ നിലപാട് തന്നെ ആയിരിക്കും അല്ലേ? ഇത്ര ശക്തമായ നിലപാട് ഏത് രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നുണ്ട്? വളരെ കൃത്യമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ഒരാളെ ശിക്ഷിക്കാൻ പറ്റും. സംഘടനാ നടപടി മാത്രമേ ഉള്ളൂ. അല്ല, അത് എടുത്തിട്ടുണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. എടുത്ത ശേഷം നിർമ്മാതാവ് പാലക്കാട് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയം. നമ്മുടെ ഞങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങളുടെ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. CPMൽ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾ ഒരു നടപടി എടുക്കാം. മനസ്സിലായി? ഞങ്ങൾക്കൊരു പരാതി പോലും കിട്ടാതെ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായ നടപടിയെടുത്തു. ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. കാരണം അത്ര ശക്തമായ നടപടിയാണ് ഞങ്ങൾ ഒന്നും പിന്തുണച്ചിട്ടില്ല. KPCC പ്രസിഡന്റൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒന്നുമില്ല. അതൊക്കെ അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ സ്വരമുള്ള KPCC പ്രസിഡന്റ് പറഞ്ഞതാണ് പാർട്ടിയുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാണ്, എല്ലാവരുടെയും അഭിപ്രായം, ഒരു വ്യത്യസ്ത അഭിപ്രായം. ഈ രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നടപടി എടുക്കുമോ? കോൺഗ്രസ് രാഹുലിനെ യാതൊരു പ്രസക്തിയില്ലാതെ ഇവിടെ തന്നെ മഹിളാ അസോസിയേഷന്റെ മഹിളാ കോൺഗ്രസിന്റെ 2 നേതാക്കന്മാര് തന്നെ വന്നിട്ടുണ്ട്. അതിലൊരാൾക്കെതിരെ ജാമ്യമില്ലാ കേസും എടുത്തു കഴിഞ്ഞു. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ 2 ചേരിയായോ? ഒരു ഏരിയയില്ല. പല വെട്ടുകിളി അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം, ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്നും മാറ്റി വേറെ വിഷയം കൊണ്ടുവരാൻ. ഇത് എത്ര നാൾ മുമ്പ് നടന്ന വിഷയമാണ്, എത്ര നാൾ മുമ്പ് ഞങ്ങൾ നടപടി എടുത്തതാണ്. ഇത് വീണ്ടും ഈ വിഷയം കൊണ്ടുവന്ന് ഈ ശബരിമല വിഷയത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനുള്ള സർക്കാരിന്റെ ശ്രമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് വേറെ അജണ്ട കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന വൃഥാശ്രമമാണ്. അതൊന്നും നടക്കില്ല. അല്ലല്ല, CPMനോട് ആദ്യം നിങ്ങൾ ചോദിക്കുക. അല്ലല്ല, നിങ്ങൾ ഞങ്ങള് സംഘടനാപരമായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നിയമപരമായി എടുക്കേണ്ടത് പോലീസല്ലേ. നിയമപരമായി എടുക്കേണ്ട ഏതെങ്കിലും അല്ലല്ല, ഞാൻ പറയട്ടെ, അങ്ങ് തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അങ്ങ് ഇടപെടല്ലേ. ഞാൻ അങ്ങയുടെ ചോദ്യത്തിനില്ലേ മറുപടി പറയണം. 4ാമത്തെ ചോദ്യമാണ് ഒരാൾ തന്നെ 4ാമത്തെ ചോദ്യത്തിന് ഞാൻ വളരെ ക്ഷമയോടുകൂടി മറുപടി പറയല്ലേ. അതായത് സംഘടനാപരമായ നടപടിയല്ലേ പാർട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. മറ്റേ നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം. കറക്റ്റാണ്. വേറെ ഏതെങ്കിലും ചോദ്യം ഇലക്ഷൻ ആവുമ്പോഴേ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അല്ല, ഇത് ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ED കേസ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ ഇലക്ഷൻ ആയപ്പോ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്താൻ വേണ്ടി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ തൃശ്ശൂർ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു ED പിടിമുറുക്കുന്നു കരുവന്നൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ്. അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടിയായിരുന്നു, ഈ പിടിമുറുക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ പിടി അയക്കും എന്നുള്ളത്.
നിങ്ങൾ റെക്കോർഡിംഗ് ഉണ്ടാവും, നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ റെക്കോർഡിംഗ് ഉണ്ടാവും ഞാൻ പറഞ്ഞു. സോണിയാജിക്ക് അതുപോലെ ഇപ്പോഴത്തേക്കുള്ള ഒരു പിടി മാത്രമേ മനസ്സിലായില്ലേ? ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെയുള്ള ഇഡി അന്വേഷണമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഉള്ള സ്ഥലത്തും അല്ല BJP ഇതര ഗവൺമെന്റുകൾ ഉള്ള സ്ഥലത്ത് എല്ലാവരെയും അവർ വേട്ടയാടുകയാണ്. അവർ ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. BJP ഇതര സംസ്ഥാനങ്ങളെ ഒഴിവാക്കിയിരിക്കും. ഇവിടെ ഒരു കേസ് കൊടുക്കില്ലല്ലോ, ഇവിടെ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു നോട്ടീസ് പോയല്ല, അതിന്റെ ബാക്കി അവിടെ പോയി. ഒരു നോട്ടീസും കരിവെഞ്ഞെടുത്ത കേസ് അവിടെ പോയി. ഒരു കേസുമില്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരായി കേസ് ഉണ്ടായിരുന്നു, മകൾക്കെതിരായിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു, മകനെതിരായിട്ട് ഇത് വന്നു, ഒന്നും ഇല്ലല്ലോ. പിന്നെ തുടർച്ച ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുക, പേടിച്ചും പോകുന്നുണ്ട് CPM-ഉം നേതൃത്വവും. അല്ലാതെ ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ളവർക്കെതിരായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ BJP ഇതര ഗവൺമെന്റുകൾക്കെതിരായും നേതാക്കൾക്കെതിരായും നിരന്തരമായി ED കേസാണ്. എല്ലാ ഒരു സാധനം വച്ചെടുത്ത് കാണില്ല. ശ്ശോ, എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ശ്ശോ, ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചൊരണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെപ്പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ? പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. ഈ തന്ത്രിയിലേക്ക് അന്വേഷണം വരുന്ന ഒരു ഘട്ടമായപ്പോ പെട്ടെന്ന് ഇതിനകത്തൊരു ചെറിയൊരു അവധാനത ഉണ്ടായിട്ടുണ്ട്. അതെന്തായി? ഞാൻ ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംശയിക്കുന്നില്ല. സംഭവം സ്റ്റേറ്റ് പോലീസിന്റെ ഭാഗമാണ്. ഇപ്പൊ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും വലിയ സമ്മർദ്ദം അവർക്ക് ഉണ്ടായിരുന്നു. SIT-യുടെ പേര് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും. പക്ഷെ അവർ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. കാരണം ഇത് കോടതി ഗവൺമെന്റിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് കോടതി ഗവൺമെന്റിനോട് പറയുകയല്ല ചെയ്തത് ഒരു SIT ഉണ്ടാക്കാൻ. കോടതി തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ സെലക്ട് ചെയ്ത് അവർ വെച്ചിരിക്കുക. കോടതി വേറെ ആർക്കും അവരോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു, നേരിട്ട് കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. അത് ഞാൻ ഇതുവരെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്ന ആളല്ല, കാരണം അന്തർ സംസ്ഥാന റാമിഫിക്കേഷൻ. പക്ഷെ കോടതി തീരുമാനിച്ചതുകൊണ്ട് കോടതി ഞങ്ങൾ ഇപ്പോഴും അവിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് സമ്മർദ്ദം അവരുടെ മീതെയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രധാനമായ ചില അവസ്ഥകൾ ഉണ്ടാകുന്നതാണ്. തന്ത്രിയെ കുറിച്ച് മാത്രമല്ലല്ലോ അവർ മൊഴി കൊടുത്തിരിക്കുന്നത്, വേറെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് മൊഴി തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. തന്ത്രി അതോറിറ്റി അല്ല. പക്ഷെ അവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അടുത്തേക്ക് അയച്ചതാരാണ് എന്നതിനെ പറ്റി അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ ആളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട സമയം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് SIT-യുടെ മീതെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും മീതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അതൊന്നും നീട്ടിവെക്കണം എന്ന് അഭ്യർത്ഥിച്ച് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് കിട്ടിയ അറിവാണ്. ഇങ്ങനെ ഞാനും കുറെ ആളുകൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവരെന്താ ആദ്യം പറഞ്ഞത്, ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദി എന്നല്ല പറഞ്ഞത്. അത് ഞങ്ങൾ എന്താ പറഞ്ഞത്, ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അല്ലെ? CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കളുണ്ട്. നമ്പർ 1. നമ്പർ 2, ഇത് 30 ദിവസവും 1 മാസവും 9 ദിവസവും എടുത്തു എവിടെ ചെന്നൈ. ഞങ്ങളൊരു സംശയം പ്രകടിപ്പിച്ചു, വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വൈകിച്ചതെന്ന് സംശയം പ്രകടിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞല്ലോ ഒറിജിനൽ വിറ്റിട്ടുണ്ട്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടാണ്, ഫേക്ക് മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് ചെന്നൈയിൽ കൊടുത്ത് സ്വർണം പൂശി കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം അങ്ങനെ തന്നെ ഒരു കോടീശ്വരന് വിറ്റു, എന്നിട്ട് വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈ കൊണ്ട് പൂശിട്ടു സ്വർണം. എന്നിട്ട് ഇത് ആരും അറിഞ്ഞില്ല. കോടതിയുടെ അടുത്ത കമന്റാണ്, ആരും അറിഞ്ഞില്ല 5 കൊല്ലം. അറിയപ്പോ ഒന്നും കൂടി പൂശാൻ വേണ്ടിയിട്ട് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചു വരുത്തി. ഈ കള്ളന്മാര് അവര് കട്ടത് ആരും അറിഞ്ഞില്ലെങ്കിൽ സാധാരണ കള്ളന്മാരെന്ത് ചെയ്യും, ഒന്നും കൂടി കാക്കും. ആ കളവാണ് ശബരിമലയിൽ 2ാമത് നടത്തിയ ശ്രമം. അതാണ് കോടതി ഇടപെട്ടില്ല. ഒരു അലിഗേഷൻ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഇല്ലേ?
അവർ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രകീർത്തിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗിക്കുന്നതും ഇതുപോലത്തെ ഒരു അയ്യപ്പ ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതും ഞാൻ തെളിവ് തരാലോ. ഈ മോളുടെ ഉണ്ടായിട്ടുള്ള വ്യാജ ഒരു കോടീശ്വരന് വിറ്റു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പറയാനുള്ള എന്തെങ്കിലും ഒരു കോടതി വിധി ഗ്രൗണ്ട് കോടതി പറയുന്നില്ലേ, വിൽഫുൾ പർച്ചേസർ എന്ന് കോടതി പറയുന്നുണ്ട്. വലിയ വിലയ്ക്ക് അതൊരു വിൽഫുൾ പർച്ചേസർ അത് കൊടുത്തിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോടതി വിധി നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മാധ്യമ പ്രവർത്തകര് പലരും. ഞാനാണത് പുറത്തു കൊണ്ടുവന്നു. ആ വിധിയുടെ അകത്തുണ്ടായിരുന്ന സംഭവം ഒരു വിൽഫുൾ പർച്ചേസറിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം സംശയം പറഞ്ഞു, കാരണം 1 മാസവും 9 ദിവസവും ചെന്നൈയിലെത്താൻ വേണ്ടല്ലോ ഈ സാധനം. അപ്പൊ അതിനകത്ത് ഒരു വലിയ കള്ളത്ത് ഞങ്ങൾക്കെല്ലാം സൂചന കിട്ടിയെന്ന് വിചാരിച്ചോ ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന സംശയം പറഞ്ഞു. പിറ്റേ ആഴ്ച കോടതി വിധിയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ അതുണ്ട്. അല്ലാതെ ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ല. ഞാനത് വിൽഫുൾ പർച്ചേസർ എന്നുള്ളത് ഇത് സാധാരണക്കാരന് വല്ല മേടിക്കാൻ പറ്റുമോ? ഈ സ്വർണം പൊതിഞ്ഞതിന്റെ വില അല്ലല്ലോ ഇതിന്. സ്വർണം പൊതിഞ്ഞതാണ് കുഴിച്ചതല്ല. സ്വർണം പൊതിഞ്ഞ ഒരു സാധനത്തിന്റെ സ്വർണത്തിന്റെ വില അല്ല ഇതിന്. ഇത് ഇൻവാല്യൂബിൾ ആണ്, അമൂല്യമായ വിലയാണ്. കാരണം ഈ കോടീശ്വരനെ പറ്റിച്ചാണല്ലോ. ഇത് കട്ട മുതലാന്ന് പറഞ്ഞിട്ടില്ല അയാളോടും. അദ്ദേഹത്തോട് പറഞ്ഞാണ് ഇത് വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഐശ്വര്യമൊന്നും. കേരളത്തിന് പുറത്തുള്ള വലിയ കോടീശ്വരന്മാർക്കൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മത്സരിച്ച്. അവരെയും പറ്റിച്ചേക്കുവാണ്. കട്ട മുതലാന്ന് പറയാം, അവരാളുടെ കാശ് കൊടുത്ത് മേടിച്ചേക്കും. അതില്ല, അത്രയും വലിയ കളവാണ് കേരളം. ഞാനതല്ല, കേരളം അമ്പരം നിൽക്കുന്ന കളവാണ്. എന്നിട്ട് ഈ കള്ളന്മാരെ മോഷ്ടാക്കളെ പാർട്ടി കുട പിടിച്ചു കൊടുക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. അതാണ് പ്രശ്നം. സംഘടനാ നടപടി സ്വീകരിക്കാത്തത് പത്മകുമാർ പല ആളുകളുടെ പേര് പറയാൻ പേടിയുണ്ടാവും. അതല്ലേ, അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയാം, അത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറഞ്ഞു വിട്ട ആളുടെ പേര് തൊട്ട് പറയും. അതറിയാം അവർക്ക്, അതറിയാം. അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കി, അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾ എന്തിനാ പറയണത്? പോലീസ് അന്വേഷണം നടക്കല്ലേ. ഞങ്ങൾ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞതിന്റെ പുറകെ പോലീസ് പോയെന്ന് പറയണ്ടല്ലോ. നിങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചില്ലേ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് അങ്ങ് പറയണമെന്ന് പറയില്ലേ. അപ്പൊ എനിക്കെതിരായിട്ട് 2 കോടി രൂപയുടെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. അപ്പൊ ഞാനതിന് മറുപടി അയച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ 2 കോടിയുടെ മാനം 10 ലക്ഷത്തോട്ട് കുറഞ്ഞു. കാരണം കോടതി കേസ് കൊടുത്തപ്പോൾ 10 ലക്ഷത്തിന്റെ ഉള്ളൂ. അപ്പൊ ഞാൻ പഴയ വക്കീലാണല്ലോ, ഞാനത് കോടതിയിൽ പ്രൂവ് ചെയ്തോളാം. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ കോടതി പറഞ്ഞോളാം. കേസല്ല വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണോ പറയുന്നത്? അല്ല, ആരും ഇത് പുറത്തു വരുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടൊന്ന് നോക്കിയതാണ്, വക്കീൽ നോട്ടീസ് അയച്ചു നോക്കിയതാണ്. അല്ല, സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് പുള്ളി സ്വപ്ന സുരേഷ് വക്കീൽ നോട്ടീസ് അയച്ചില്ല. സ്വപ്ന സുരേഷ് പുള്ളിക്കെതിരായിട്ട് കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് വളരെ ഗുരുതരമായ ഒരു അലിഗേഷൻ പറഞ്ഞു. അറിയാല്ല, അത് അയച്ചില്ല, നോട്ടീസ് അയച്ചില്ല. എനിക്കെതിരെ അയച്ചത് രാഷ്ട്രീയമല്ലേ. 2 കോടിയായിരുന്നു ആദ്യം നോട്ടീസ്. അത് കുറഞ്ഞു, മാനം കുറഞ്ഞു. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ മൊഴിയും കൂടി വന്നുകൊണ്ടായിരിക്കും അതിന്റെ വില കുറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഈ കൊള്ള നടന്നത് 2019 നിലവിലെ സ്പെഷ്യൽ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് ആദ്യമായിട്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതും ഹൈക്കോടതി ഇടപെട്ട് ഈ നിലയിലേക്ക് എത്തിയതും. കൊള്ള നടന്ന കാലത്ത് സ്പെഷ്യൽ കമ്മീഷൻ എന്തായിരിക്കും അറിയാതെ പോയത്? അല്ല, കൊള്ള നടത്തി ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.